ഹായ് ഹലോ ഫ്രണ്ട്സ്, പവിത്രൻ സീരിയലിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രത്തിൻ്റെ റൂമിലേക്ക് വേദ വന്ന് കയറാണ് കേട്ടോ. നിക്ക് നീ എന്താ ഇവിടെ? പിന്നെ ഞാൻ ഇങ്ങോട്ടല്ലേ വരേണ്ടത്? അച്ചമ്മ പറഞ്ഞത് ഓർമ്മയില്ലേ? ആ അച്ചമ്മയോട് എതിർത്ത് നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാ അതിന്റെ വാലിഡിറ്റി ഒക്കെ കഴിഞ്ഞു എന്നങ്ങ് പറയുന്ന നേരത്തെ വേദ പറയും, വാലിഡിറ്റി കഴിഞ്ഞാൽ റീചാർജ് ചെയ്യണം, അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം. റീചാർജോ? എന്താ വിക്രു ഇത്? തറവാട്ടിൽ വെച്ച് എല്ലാ ചടങ്ങും കഴിഞ്ഞതല്ലേ, അച്ഛൻ നമുക്ക് മധുരം നൽകിയതല്ലേ, പിന്നെ ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞ സ്ഥിതിക്ക് എന്താ ഫസ്റ്റ് നൈറ്റോ? അങ്ങനെ ഒരു നൈറ്റും കഴിഞ്ഞിട്ടില്ല, അത് നിനക്കും അറിയാം എനിക്കും അറിയാം, വേഷം കെട്ടെടുക്കല്ലേ എന്ന് പറയുമ്പോൾ, വേഷം കെട്ടോ? നമ്മൾ ഇന്നലെ ഒരുമിച്ച് ഒരു റൂമിലല്ലായിരുന്നോ വിക്രു? പിന്നെ നിങ്ങൾ പറഞ്ഞിട്ടാണല്ലോ പൊട്ടൊക്കെ മാറ്റിയത്, മുടിയിലെ മുല്ലപ്പൂ ഒക്കെ അലങ്കോലപ്പെടുത്തിയത്, അതൊക്കെ മേക്കപ്പ് ആയിരുന്നില്ലേ? മേക്കപ്പോ? അതെ, അച്ചമ്മയെ കാണിക്കാൻ വേണ്ടിട്ട് ഒരു തട്ടിപ്പ്, അത് അത്രേ ഉള്ളൂ. അല്ലെങ്കിലും എനിക്ക് നീ ആദ്യത്തെ പോലെ വേറെ ആരൊക്കെയോ ആണ്, അതുപോലെ നിനക്ക് ഞാനും വേറെ ആരൊക്കെയോ ആണ് എന്ന് പറയാൻ കേട്ടോ വിക്രം. ഇതൊക്കെ വിക്രം എന്നോട് പറയണ്ട, അച്ചമ്മയോട് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ, മര്യാദയ്ക്ക് വേഷം കെട്ടെടുക്കാതെ ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോ, പോയില്ലെങ്കിൽ വലിച്ചു പുറത്താക്കും എന്നങ്ങ് പറയുന്ന നേരത്തെ നമ്മുടെ വേദ മുത്തശ്ശിയെ വിളിക്കാണ് കേട്ടോ. നീ ഇപ്പൊ ആരെയാ വിളിക്കുന്നത്? ആ മുതുക്കിയെ നീ എന്തിനാ ഇപ്പൊ വിളിക്കുന്നതെന്ന് ചോദിക്കുന്നതും നമ്മുടെ മുത്തശ്ശി അത് കേൾക്കും. ആരാടെ മുട്ടാള നിന്റെ മുതുക്കി? ചീവീട് മുറ, കൊമ്പൻചില്ലി, അരണബുദ്ധി എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. നിന്റെ അച്ഛൻ പോലും എന്നെ ഇങ്ങനെയൊന്നും വിളിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ, സോറി മുത്തശ്ശി, ഇനി വിളിക്കില്ല എന്ന് പറയട്ടോ. മോളെ വേദേ, അവന്റെ പ്രശ്നം എന്തുവാ? അതെ മുത്തശ്ശി, എന്നെ ഈ റൂമിൽ കിടക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയണേ. ഞാൻ ഒരിക്കൽ കൂടി ബസ് കയറി അങ്ങോട്ടേക്ക് വരണോ? അയ്യോ മുത്തശ്ശി, ഞാനത് വെറുതെ തമാശക്ക്, ശരിക്കും തമാശക്ക് ചെയ്തതാണോ? അതെ മുത്തശ്ശി, നിങ്ങൾക്ക് എന്താ എന്നെ വിശ്വാസമില്ലേ? ഞാൻ നിങ്ങളുടെ പേരക്കുട്ടി തന്നെയല്ലേ എന്നൊക്കെ ചോദിച്ച് മുത്തശ്ശിയെ സോപ്പിടാണ് കേട്ടോ വിക്രം. മോളെ വേദേ, നിന്നെ റൂമിൽ കിടക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ കുറെ പേരുകൾ വിളിച്ചല്ലോ, അതൊക്കെ നീ ഇടയ്ക്കിടയ്ക്ക് അവനെ വിളിക്കണം എന്ന് പറഞ്ഞു കൊടുക്കണേ. എന്നിട്ട് കട്ടാക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇനി ഇവിടെ കിടന്നോട്ടെ, കിടക്ക് എന്ന് പറഞ്ഞിട്ട് വിക്രം ഒരു ചവിട്ടൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. തുടർന്ന് നമ്മുടെ വിക്രം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടെ കമലയും ഉണ്ട്. അപ്പൊ അങ്ങോട്ടേക്ക് വേദ വരുന്നുണ്ട്. മോൾക്ക് ഭക്ഷണം എടുക്കട്ടെ? വേണ്ട അമ്മ എന്ന് പറഞ്ഞിരിക്കുന്നതും നമ്മുടെ വിക്രത്തിന് ഒരു ഫോൺ കോൾ വരികയാണ്. ആ രാജേട്ടാ, ഞാൻ ശ്രീനി സാറിന്റെ അടുത്ത് പോയിട്ടേ വർക്ക്ഷോപ്പിലേക്ക് വരുള്ളൂ, എവിടേക്കെങ്കിലും പോണോ എന്ന് പറഞ്ഞാൽ കൂടെ പോയേ പറ്റൂ എന്നൊക്കെ വിക്രം പറയുന്നത് കേൾക്കുമ്പോൾ വേദ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ആ ശ്രീനി സാറുടെ അടുത്ത് നിന്ന് വിക്രത്തിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം, അയാളുടെ കൂടെ കൂടിയാൽ ശരിയാവില്ല. എന്താ ഇപ്പൊ ഒരു വഴി എന്ന് പറഞ്ഞിട്ട്, അമ്മേ മുത്തശ്ശി ഒരു കാര്യം പറഞ്ഞായിരുന്നു, തറവാട്ടിലെ ചടങ്ങൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് എന്നെ താലി കെട്ടിയ ക്ഷേത്രത്തിൽ വെച്ച് കുറച്ച് വഴിപാടുകൾ ചെയ്യണമെന്ന്. അതിനെന്താ മോളെ, നമുക്ക് ചെയ്ത് കളയാന്ന് പറയുമ്പോൾ, അതിന് നമ്മൾ പോയിട്ട് കാര്യമില്ല അമ്മേ, ഞാനും വിക്രവും കൂടിയേ പോവേണ്ടത് എന്നങ്ങ് പറയുന്ന നേരത്തെ, ദേ ആ തള്ള പലതും പറയും, അത് കേട്ട് തുള്ളാൻ നിൽക്കണ്ട, അതുപോലെ എന്നെ വിക്രു എന്നൊന്നും വിളിക്കണ്ട, എന്റെ പേര് വിക്രം എന്നാണ് എന്നങ്ങ് പറയുന്ന നേരത്തെ കമല പറയുന്നുണ്ട്, വേദമോള് വിക്രു എന്ന് വിളിച്ചോട്ടടാ, നല്ല പേരല്ലേ, അങ്ങനെ ഇപ്പൊ എന്നെ വിളിക്കണ്ട എന്നാ പറഞ്ഞത്. ഓക്കെ അത് ഞാൻ വിളിക്കുന്നില്ല, പക്ഷെ അച്ചമ്മ പറഞ്ഞെന്ന മറ്റു പേരുകൾ വിളിക്കാലോ. അതെന്താ മറ്റു പേരുകൾ എന്ന് ചോദിക്കാട്ടോ കമല. ഏയ് അതൊന്നും ഇല്ല അമ്മേ, അത് വെറുതെ അവൾ ഓരോന്ന് പറയുക എന്ന് പറയണേ. വിക്രത്തോട് ഞാൻ അമ്പലത്തിലേക്ക് വരണം എന്നല്ലേ പറഞ്ഞോളൂ, അല്ലാതെ സിനിമ കാണാനോ ഷോപ്പിങ്ങിനോ പോണം എന്നല്ലല്ലോ എന്നങ്ങ് പറയുന്ന നേരത്ത്, അതെ വേദമോള് പറഞ്ഞത് ശരിയാണ്, നിനക്കെന്താ അവളുടെ കൂടെ അമ്പലത്തിലൊന്ന് പോയാൽ എന്നങ്ങ് ചോദിക്കുന്ന നേരത്ത് വിക്രം പറയും, ഇവളുടെ കൂടെ അമ്പലത്തിൽ പോയിട്ടുള്ള പുണ്യൊന്നും എനിക്ക് വേണ്ട എന്നും പറഞ്ഞ് രണ്ടും കൂടി ഇങ്ങനെ വഴക്ക് കൂടുന്ന സമയത്ത് കമല പറയുന്നുണ്ട്, ഒന്ന് നിർത്ത് വിക്രം, ഇത് സമ്മതിച്ചില്ലെങ്കിൽ നീ എന്നോട് മിണ്ടണ്ട എന്ന് പറയണേ. ഓ മാരണം, ഞാൻ പൊക്കോളാന്ന് പറയാൻ കേട്ടോ വേദയുടെ കൂടെ അമ്പലത്തിലേക്ക്. അങ്ങനെ വേദ മാറ്റി വരുന്ന സമയത്ത് നമ്മുടെ വിക്രം വേദയെ തന്നെ ഇങ്ങനെ അന്തം വിട്ട് നോക്കി പോവാണ് കേട്ടോ. കുറച്ചു നേരം നോക്കി നിൽക്കുന്നത് നമ്മുടെ വേദ കാണാണ്. നോക്കുമ്പോ ഒന്നും മിണ്ടാതെ. അങ്ങനെ വേഗം തന്നെ നമ്മുടെ വിക്രമാണെങ്കിൽ ബൈക്കിൽ കയറിയിരിക്കുകയാണ്. വേദ വന്ന് കയറിയിരിക്കുമ്പോൾ, കീപ് പ്രോപ്പർ ഡിസ്റ്റൻസ്, എന്നെ മുട്ടി ഒരുമി ഇരിക്കാനൊന്നും ശ്രമിക്കണ്ട എന്നങ്ങ് പറയുന്ന നേരത്തെ വേദ പറയും, ഒരു സുന്ദരിയായ പെൺകുട്ടി പിറകിലുണ്ടെന്ന് കരുതി വല്ല ഗട്ടറിലോ കൊണ്ടുപോയി ചാടിക്കരുത്, പറഞ്ഞില്ലെന്ന് വേണ്ട. സുന്ദരിയോ നീയോ? പിന്നല്ലാതെ, ഞാൻ സെറ്റും മുണ്ടും എടുത്ത് അവിടെ വന്ന് നിൽക്കുമ്പോൾ കണ്ണും മിഴിച്ച് നോക്കി നിന്നിരുന്നല്ലോ എന്നങ്ങ് പറയുന്ന നേരത്തെ വിക്രം പറയും, അത് പിന്നെ അച്ഛന്റെ കൃഷിത്തോട്ടത്തിലേക്ക് കറക്റ്റ് കോലാണ് എന്ന് കരുതി നോക്കിയതാ, എന്നെ അതിനെങ്കിലും കൊള്ളും. സുധാകര മാഷ ഇളയ മോനെ അതിനും വെക്കാൻ കൊള്ളില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴേക്കും കമല പറയും, ഡാ നിർത്തടാ, വേഗം അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് നോക്കുന്ന് പറയുമ്പോൾ രണ്ടുപേരും അങ്ങ് പോവാണ്.
അപ്പൊ നമ്മുടെ വിക്രാണെങ്കിൽ പതുക്കെ ആയിരിക്കും കേട്ടോ പോവാ. അയ്യോ ഇനിയും സ്പീഡ് കുറയ്ക്കാനുണ്ടോ? ഇതിനും വേദം നടന്നു പോവായിരുന്നു എന്ന് വേദ പറയുമ്പോ സ്പീഡിൽ വിട്ടിട്ട് വേണം ഗട്ടറിൽ ചാടിച്ച് ഞാൻ മനഃപൂർവ്വം നിന്നെ മുട്ടിയുരുമാൻ നോക്കി എന്ന് പറയാൻ എന്റെ കൂടെ ഇരുന്ന് യാത്ര ചെയ്യാൻ വേണ്ടിട്ട് പതുക്കെ പോവാണെന്ന് എനിക്ക് പറയാലോ എന്ന് പറയാൻ കേട്ടോ വേദ. അയ്യോടാ നമ്മുടെ പിറകിൽ വേസ്റ്റ് കൊട്ട വെച്ച് നമ്മൾ സ്പീഡിൽ ഓടിക്കില്ലല്ലോ, പതുക്കെയല്ലേ ഓടിക്കൂ. സ്പീഡിൽ ഓടിച്ചാൽ അത് മറിഞ്ഞ് നമ്മുടെ ദേഹത്തൊക്കെ അഴുക്കാകും. അതുപോലെയാ ഞാൻ നിന്നെ കൊണ്ടുപോകുന്നത് എന്ന് പറയാൻ കേട്ടോ വിക്രം. അപ്പോ നിങ്ങൾക്ക് ഞാനൊരു വേസ്റ്റ് ആണല്ലേ? അയ്യോ വേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, അതിനേക്കാൾ അപ്പുറം എന്ന് പറയണേ. അതിനിടയ്ക്ക് നമ്മുടെ രാധയുടെ ഓട്ടോ സ്റ്റാൻഡിന്റെ മുന്നിൽ കൂടിയാണ് കേട്ടോ അവര് പോകുന്നത്. രാധയെ കണ്ടതും നമ്മുടെ വേദയാണെങ്കിൽ വിക്രമിന്റെ തോളിലൊക്കെ കൈവച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഒരു പോലീസുകാരന്റെ മുന്നിൽ പെടുകയും അയാൾ വേണ്ടിയിട്ട് തന്നെ വിക്രത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.